നമസ്കാരം. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു കഴിഞ്ഞു. 20-നാണ് തെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിൽ ഒറ്റ ഘട്ടമായും ജാർഖണ്ഡിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 13-നായിരുന്നു ജാർഖണ്ഡിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. വേറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിരുന്നു ഇരു സംസ്ഥാനങ്ങളും സാക്ഷ്യം വഹിച്ചത്. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകളാണ് ഉള്ളത്. മഹായോഗി സർക്കാരാണ് നിലവിൽ മഹാരാഷ്ട്ര ഭരിക്കുന്നത്. ഇത്തവണ അതിശക്തമായ പോരാട്ടമാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. കാരണം BJP നയിക്കുന്ന മഹായുതി സഖ്യത്തിന് ഏക്നാഥ് ഷിൻഡെയുടെയും ശിവസേനയുടെയും അജിത് പവാറിന്റെ NCPയുടെയും ഉൾപ്പെടുന്ന ശിവസേനയും NCPയും രണ്ടായി പിളർന്നതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നൊരു പ്രത്യേകതയും ഈ മഹാരാഷ്ട്രയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. ഇക്കുറിയും സംസ്ഥാനത്ത് അധികാരം നിലനിർത്താനാകുമെന്നാണ് ഭരണമുന്നണിയായ NDAയുടെ പ്രതീക്ഷ. മഹായുതിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ പ്രചാരണത്തിനെത്തിയിരുന്നു. അതേസമയം കോൺഗ്രസും ശരത് പവാറിന്റെ NCPയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമാണ് ഇന്ത്യ സഖ്യത്തിന് വേണ്ടി പോരിനിറങ്ങുന്നത്. എന്തായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തിന് കാലിടറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് മഹാവികാസ് അഘാടി സഖ്യം പങ്കുവെക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനമാണ് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ പ്രതീക്ഷ ഉയർത്തുന്നത്. ഇത്തവണ മഹാവികാസ് അഘാടി സഖ്യത്തിനാണ് സംസ്ഥാനത്ത് സാധ്യത എന്നാണ് പ്രീപോൾ സർവേകൾ പ്രവചിക്കുന്നത്. 162 സീറ്റുകൾ വരെ സഖ്യം നേടുമെന്നും മഹായുതി സഖ്യം 128 സീറ്റുകളിൽ ഒതുങ്ങുമെന്ന് ചില സർവേകൾ പ്രവചിക്കുന്നുണ്ട്. എന്നാൽ സർവേകളിലൊന്നും തന്നെ ഒരു കാര്യവുമില്ല എന്ന് ഹരിയാന തെരഞ്ഞെടുപ്പോടുകൂടി നമ്മൾ മനസ്സിലാക്കിയതാണ്. ജാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. ആദിവാസികൾക്ക് സ്വാധീനമുള്ള സാന്താൽ പർഗാന അടക്കമുള്ള മേഖലയിലാണ് ഇക്കൊരു വോട്ടെടുപ്പ്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, BJPയുടെ മുതിർന്ന നേതാവ് ബാബുലാൽ മറാണ്ടി ഉൾപ്പെടെയുള്ളവർ രണ്ടാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. ആദ്യഘട്ടത്തിൽ 43 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 81-ൽ 30 സീറ്റും നേടി ജാർഖണ്ഡ് മുക്തി മോർച്ചയായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി മാറിയത്. 16 സീറ്റ് നേടിയ കോൺഗ്രസിനായി സഖ്യം അധികാരത്തിലേറി. 16 സീറ്റായിരുന്നു അന്ന് BJPക്ക് ലഭിച്ചത്. സഖ്യകക്ഷിയായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനും 2 സീറ്റുകൾ ലഭിച്ചു. ഇക്കുറിയും ഇരു പാർട്ടികളും സഖ്യത്തിലാണ് പോരാട്ടം നടക്കുന്നത്. എന്തായാലും ഹരിയാനയിൽ ഒരു മാസ്മരികമായ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും അതേ ഒരു മാസ്മരികമായ തെരഞ്ഞെടുപ്പ് ഒരു വിജയം കൈവരിച്ച് ഏവരെയും പ്രതിപക്ഷത്തെ അടക്കം ഒന്നടക്കം ഞെട്ടിക്കാനുള്ള ഒരു നീക്കം, ഒരു ശ്രമം BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.